മുന്തിരി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ ദമ്പതികൾ. കൃഷിയോടുള്ള അർപ്പണബോധവും ആത്മവിശ്വാസവുമാണ് ഇവർക്ക് തുണയായത്. നിരവധി പേരാണ് മുന്തിരി കൃഷിയെക്കുറിച്ച് അറിയാൻ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെങ്കിലും കോഴിക്കോട് പേരാമ്പ്ര എടവരാട്ടെ ശ്രീനേഷിന്റെ വീട്ടിലുണ്ടായ മുന്തിരി പുളിക്കില്ല. കാരണം ശ്രീനേഷിന്റെയും ഭാര്യ ഷിജിയുടെയും 6 വർഷത്തെ കാർഷിക വൃത്തിയുടെ മധുരമാണ് ഈ മുന്തിരി കുലകൾക്ക്. കേരളത്തിൽ വളരെ കുറഞ്ഞ വിജയസാധ്യതയുള്ള കൃഷികളിൽ ഒന്നാണ് മുന്തിരി കൃഷി. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഇവർ മുന്തിരി കൃഷി ആരംഭിച്ചത്. 6 വർഷം മുമ്പ് സ്വകാര്യ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച തൈയിലൂടെയാണ് തുടക്കം. വർഷത്തിൽ 2 പ്രാവശ്യം പന്തലിൽ നിറയെ കായ്കൾ ഉണ്ടാകുന്നുണ്ട്. വർഷവും 2 സീസണായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു നവംബർ മാസം ഒരു സീസൺ ആകുമ്പോഴത്തേക്കും, പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് കായ് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിത് കായ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ പ്രൂണിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മളെ ഒരു പ്രാവശ്യം കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇങ്ങനത്തെ ചെറിയ തണ്ടുകളും ഇലകളൊക്കെ വെട്ടിമാറ്റി വലിയ തണ്ടുകൾ മാത്രം വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിചരണം എന്ന് പറയുന്നത്. പ്രധാനമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കൊപ്പം എല്ലുപൊടിയും മിക്സ് ചെയ്ത് 3 മാസം കഴിയുമ്പോൾ ഇട്ടുകൊടുക്കും. വർഷത്തിൽ 2 തവണ ചെറിയ തണ്ടുകളും ഇലകളും മുഴുവൻ വെട്ടിമാറ്റും. ഇങ്ങനെ ചെയ്താൽ പിന്നീട് വരുന്ന ഇലകളുടെ കൂടെ പൂക്കളും വളരും, കായ്ഫലം കൂടുകയും ചെയ്യും. വർഷത്തിൽ ഓരോ വിളവെടുപ്പിലും 2 കിലോ മുന്തിരി വരെ ലഭിക്കുന്നുണ്ട്. മുന്തിരി കൂടാതെ റംബൂട്ടാൻ, അനാർ, ചിക്കു, ഡ്രാഗൺ ഫ്രൂട്ട്സ്, വിവിധ തരം മാവുകൾ എന്നിവയും ഇവരുടെ ഉദ്യാനത്തെ സമൃദ്ധമാക്കുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.